നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂരപ്പൻ എന്റേതാണ്, എന്റെ സ്വന്തമാണ് എന്ന് തീരെഴുതി കൊടുത്ത രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. കൃത്യമായി ഹൈക്കോടതി ഇടപെട്ട് 2 അടി കൊടുത്ത രീതിയിൽ താക്കീത് ചെയ്ത് വിലക്കിയിട്ടും അതിനൊക്കെ തന്നെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അതേ വ്യക്തി ഗുരുവായൂർ അമ്പല നടയിൽ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. എന്താണ് മനസ്സിലിരിപ്പെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയെ തുടർന്നാണ് കേസ് എടുത്തത്. നേരത്തെ ക്ഷേത്രത്തിൽ ജസ്ന റീൽസ് ചിത്രീകരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപ്പന്തലിൽ റീൽസ് ചിത്രീകരിക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നവംബർ 5-നായിരുന്നു പരാതി നൽകിയത്. ക്ഷേത്രത്തിലെ കിഴക്കേ നടപ്പുരയിലെ ഈ ഭണ്ഡാരത്തിന് മുകളിലെ ഈ കൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് മാല അണിയിച്ച് വീഡിയോ എടുത്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. നേരത്തെ ക്ഷേത്ര നടപ്പുരയിൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് ഹൈക്കോടതിയിൽ പരാതി എത്തിയിരുന്നു. തുടർന്നാണ് നടപ്പുരയിൽ വീഡിയോ ചിത്രീകരണം ഹൈക്കോടതി വിലക്കിയത്. മതപരമായ ചടങ്ങുകളുടേതോ വിവാഹങ്ങളുടേതോ അല്ലാത്ത വീഡിയോ ചിത്രീകരിക്കുന്നത് പൂർണ്ണമായി തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മറികടന്നാണ് ജസ്ന വീണ്ടും റീൽസ് ചിത്രീകരിച്ചത്. കൊയിലാണ്ടി സ്വദേശിനിയാണ് ജസ്ന. ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയും ചിത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുകയും ചെയ്തതോടുകൂടിയാണ് ജസ്ന സോഷ്യൽ മീഡിയയിൽ താരമായത്. കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ മുസ്ലിം കുട്ടി എന്ന ലേബൽ തനിക്ക് വേണ്ടെന്ന് ജസ്ന നേരത്തെ പറഞ്ഞിരുന്നു. മുസ്ലിം കുട്ടി എന്ന ലേബൽ ഞാൻ വേണ്ടെന്ന് വെച്ചു. എനിക്ക് ഇനി മുതൽ മതവും തട്ടവും ഇല്ല. നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടേ എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നു എനിക്ക് മതമില്ല എന്നാണ് അന്ന് ജസ്ന പറഞ്ഞത്. എന്തായാലും മതമില്ല, ഞാൻ കൃഷ്ണന്റെ കുട്ടിയുമല്ല മുസ്ലിം കുട്ടിയുമല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ജസ്ന സലീം കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വിവാദ നായികയായി നിന്നിരുന്നു. എന്നാൽ പിന്നീട് ജസ്നയെ കുറിച്ച് വാർത്തകൾ ചെയ്യുന്നവരെയൊക്കെ തന്നെ പേരെഴുതി വെച്ച് ആത്മഹത്യാ ശ്രമം അടക്കം നടത്തിയിരുന്നു. എന്നിട്ട് വീണ്ടും അത്തരത്തിൽ മനഃപൂർവ്വം താൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടാണോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ നമ്മുടെ കൃഷ്ണന്റെ ശ്രീകൃഷ്ണ നടപ്പുരയ്ക്ക് മുന്നിലാണ് കറങ്ങി നടക്കുന്ന ജസ്നയാണ് കാണാൻ സാധിക്കുന്നത്. ജസ്ന സലീമിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വീണ്ടും ഇത് വലിയ രീതിയിൽ തന്നെ വിവാദമാവുകയാണ്. വിവാദമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സാരമില്ല, ഇതൊക്കെ എന്ത് എന്ന മട്ടിലാണ് ഈ ജസ്നയുടെ ഒരു നീക്കുപോക്ക്. എന്തായാലും ചിത്രീകരണം ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. മതപരമായ ചടങ്ങുകളുടേതോ വിവാഹങ്ങളുടേതോ അല്ലാത്ത വീഡിയോ ചിത്രീകരിക്കുന്നതായിരുന്നു നിർദ്ദേശം. ഇത് മറികടന്നാണ് ജസ്ന വീണ്ടും റീൽസ് ചിത്രീകരിച്ചത്. അതിനാണ് ഇപ്പോൾ കോടതി വീണ്ടും തട ഇട്ടിരിക്കുന്നത്.